വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. ആഴ്ചയിലെ രണ്ടാമത്തെ ദിവസം ട്യൂസ്ഡേ രണ്ടാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്നലത്തെ എപ്പിസോഡ് എത്ര പേർക്ക് അനുഗ്രഹമായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ എപ്പിസോഡ് അടുത്ത ഒരു ചുവട് നമ്മൾ എടുക്കാൻ പോവുകയാണ്, അടുത്ത ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. സോ എല്ലാ ദിവസവും ഗോഡ് ഈസ് സ്പീക്കിംഗ് ടു അസ്. ഇതിനെ പ്രോഗ്രസീവ് റെവലേഷൻ എന്നാണ് പല വേദപണ്ഡിതന്മാരൊക്കെ പറയുന്നത്. പഴയ നിയമത്തിൽ ഒരു അറിവ് പലർക്കും ഉണ്ടായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ അറിവുകൾ, പുതിയ വെളിപ്പാടുകൾ നമ്മൾ ലഭിക്കുന്നു. കാൽവരി ക്രൂശിൻ്റെ വെളിച്ചത്തിൽ, ഇൻ ദ ലൈറ്റ് ഓഫ് ദ ക്രോസ് ആണ് നമ്മൾ പുതിയ വെളിപ്പാടുകളൊക്കെ നമ്മൾ ലഭിക്കുന്നത്. ബട്ട് ഓരോ ദിവസവും മുൻപിലേക്ക് പോകുമ്പോഴും കർത്താവ് പുതിയ ചില വെളിപ്പാടുകൾ, ദ ഡെയിലി ബ്രെഡ്, ഇറ്റ്സ് ഫ്രഷ് എവറി മോർണിംഗ്. എല്ലാ ദിവസവും ഫ്രഷായിട്ട് കർത്താവ് നമുക്ക് തരുന്ന മന്ന, അത് സ്വീകരിക്കാനാണല്ലോ നമ്മളെല്ലാവരും സ്ക്രീനിന് മുമ്പിൽ ഇന്ന് വന്നിരിക്കുന്നത്. സോ അതിനുവേണ്ടി എല്ലാവരെയും ഒരുമിച്ച് വെൽക്കം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ എപ്പിസോഡ് സാധ്യമാക്കിയ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നത്തെ എപ്പിസോഡിനെ നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാം. സോ വി വെൽക്കം എവറിബഡി. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ലിങ്ക് അയച്ചു കൊടുക്കുക, പലർക്കും ഷെയർ ചെയ്യുക. I know today's episode is going to be a blessing. Amen. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ ഒരു ഇലൈറ്റ് സ്പോൺസർ ഉണ്ട്. നമുക്ക് വെൽ വിഷർ ഫ്രം എറണാകുളമാണ്. ആ സിസ്റ്ററിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൽ കൂടുതൽ നിറയുവാൻ കർത്താവെ ഈ കുടുംബത്തിൻ്റെ മേൽ അങ്ങ് കൃപ കാണിക്കണമേ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ലെറ്റ് യുവർ ഹോളി സ്പിരിറ്റ് ഫിൽ ദം ഫാദർ. അപ്പോൾ തന്നെ ശാരീരികമായും മാനസികമായും ദൈവിക സൗഖ്യം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലെറ്റ് ദം ബി കംപ്ലീറ്റ്ലി ഹീൽഡ് ഓഫ് ഫാദർ. താങ്ക് യു ലോർഡ്. കർത്താവ് ഈ കുടുംബത്തിലേക്ക് വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. ചില മാറ്റങ്ങൾ, ചില വ്യത്യാസങ്ങൾ ഈ കുടുംബത്തിൻ്റെ മേലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നത്തെ എപ്പിസോഡ് ഒരു അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് ചില പുതിയ കാര്യങ്ങൾ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ. സോ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തതിന് പ്രത്യേകം നന്ദി പറയുന്നു. ഇതുപോലെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ ഡീറ്റെയിൽസ് ഉണ്ട്. നാളെയാണ് നമ്മുടെ സ്പെഷ്യൽ ടീൻസ് മീറ്റിംഗ് ജെൻസി സമ്മിറ്റ് വരുന്നത്. സോ അതിലേക്ക് 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ സ്പെഷ്യലി ഇൻവൈറ്റ് ചെയ്യുന്നു. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചത്തെ മിഡിൽ ഈസ്റ്റ് മീറ്റിംഗ്സ് മറക്കണ്ട. ഈ ഫ്രൈഡേ ഷാർജയിലും ഈ സാറ്റർഡേ ഖത്തറിലും ആയിരിക്കും നമ്മുടെ മീറ്റിംഗ്സ്. ആമേൻ. സോ ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. വെൽക്കം ബാക്ക്. ഇന്നലെ നമ്മൾ തുടങ്ങി വെച്ചത് ഫിലിപ്പ്യ ലേഖനം പഠിക്കാനാണ്. പക്ഷേ ഇതൊരു വെറൊരു ജസ്റ്റൊരു പഠനമല്ല. ശക്തിയേറിയ ചില ദൂതുകളും പ്രവചനിക ദൂതുകളും വെളിപ്പാടുകളൊക്കെ ഇതിനകത്ത് നിറയാൻ സാധ്യത കാണുന്നു. അങ്ങനെയാണ് ഹോളി സ്പിരിറ്റിൻ്റെ മൂവ് ഞാൻ കാണുന്നത്. നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പൗലോസ് പോലും ഒരിടത്ത് പറഞ്ഞു, ഞാൻ വാ തുറക്കുമ്പോൾ എനിക്ക് വചനം കിട്ടുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സോ മോർണിംഗ് ഗ്ലോറി കാണുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവദാസൻ്റെ വായിലൂടെ ശരിയായ എനിക്ക് ആവശ്യമുള്ളത് അങ്ങ് തരണേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ആ സാഹചര്യത്തിൽ വേണ്ടൊരു ദൂത് പലപ്പോഴും മോർണിംഗ് ഗ്ലോറിയിലൂടെ കിട്ടുന്നു. അത് എൻ്റെ ഉത്തരവാദിത്വമല്ല, സത്യം പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവാണ് അത് ചെയ്യുന്നത്. കാരണം ഞാൻ നിങ്ങളുടെ അവസ്ഥ അറിയുന്നില്ല, ഞാൻ സർവജ്ഞാനിയല്ല, വളരെ പരിമിതികളുള്ളൊരു മനുഷ്യനാണ്. പക്ഷെ പരിശുദ്ധാത്മാവാണ് ഇത് ശ്രദ്ധിക്കുന്ന, വാച്ച് ചെയ്യുന്ന ഓരോരുത്തരുടെ സാഹചര്യങ്ങളിലോട്ട് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രാർത്ഥനയുണ്ടെങ്കിലോ വളരെ ഷാർപ്പായിട്ടത് വരും. അപ്പോൾ ഫിലിപ്പ് ലേഖനം പൗലോസ് എഴുതുവാനുണ്ടായ സാഹചര്യമൊക്കെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹം റോമിൽ ജയിലിൽ കിടക്കുവാണ്. അപ്പോൾ നമ്മൾ ഈ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ റെഫറൻസ് കിടക്കുന്ന അപ്പസ്തോല പ്രവൃത്തികളിലായിരിക്കും. അപ്പസ്തോല പ്രവൃത്തികളിൽ സഭകളെക്കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണും. അതും ഇത് തമ്മിൽ ചേർത്ത് പഠിച്ചാൽ മാത്രമേ എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിലേക്ക് ഞാൻ ഇന്ന് വരും. സോ ഇന്നലെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കാരാഗൃഹത്തിൽ സ്വാതന്ത്ര്യമില്ലാതെ കിടക്കുന്ന സമയത്താണ് അദ്ദേഹം പലപ്പോഴും നമ്മളെപ്പോലുള്ളവരാണെങ്കിൽ ഇങ്ങനെ കർത്താവേ ഒരു വിടുതൽ വേണമേ, കർത്താവേ
ഈ ജയിലിൽ നിന്ന് എന്നെ എന്ന് മോചിക്കും കർത്താവെ നിൻ്റെ വേല ചെയ്യുവാൻ. കർത്താവ് അധികാരികളോട് ഇടപെടണമേ. ഈ പ്രതികൂലമായ ഗവൺമെൻറ് മാറിപ്പോട്ടെ. ഇങ്ങനെ ശാസിച്ചും വെട്ടിയും നുറുക്കിയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. വിടുതൽ വിടുതൽ വിടുതൽ, ഇതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ അദ്ദേഹം പ്രാർത്ഥിച്ചു കാണും വിടുതലിന് വേണ്ടി. കാരണം അദ്ദേഹത്തിനും സ്വതന്ത്രമായി വീണ്ടും യാത്രകൾ ചെയ്യണമെന്നൊക്കെ, സുവിശേഷം എവിടെ വരെ എത്തിക്കാമോ അവിടെ വരെ എത്തിക്കണം ആയുസിൽ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളാണ്. പക്ഷേ അതിനപ്പുറത്ത് സമയം പോകാതെ, സമയം നഷ്ടപ്പെടുത്താതെ ദൈവത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി അപ്പോഴുള്ള തലമുറകളെ മാത്രമല്ല നോക്കുന്നത്, വരും തലമുറകൾക്ക് വേണ്ടി പോലും ഉപകരിക്കുന്ന രീതിയിലുള്ള മൈ ഗാഡ് വചനങ്ങളാണ് അദ്ദേഹത്തിൽ നിന്ന്, വെളിപ്പാടുകളാണ് അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്ന് പുറത്തു വന്നത്. സോ നമ്മുടെ ജീവിതത്തിലും ഇന്നിപ്പോൾ നിങ്ങൾ ജോലിയിലായിരിക്കാം, ഫുൾ ടൈം മിനിസ്ട്രിക്ക് ഇറങ്ങാൻ ആഗ്രഹം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇന്ന് ഭയങ്കര ടൈറ്റ് സ്കെഡ്യൂളാണ്, ഒട്ടും ദൈവവേല ചെയ്യാൻ പറ്റും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഡീപ്പ് ഡൗൺ ഒരു ആഗ്രഹമുണ്ട്. അതിൻ്റെ അർത്ഥം എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ ചെയ്യാമെന്നല്ല. ഇന്ന് എന്ത് ചെയ്യാൻ കഴിയുമോ അത് ചെയ്യാത്തൊരാൾ നാളെ ഉദ്ദേശിക്കുന്നൊരു കാര്യം ആ സമയത്തും ചെയ്യാൻ പോകുന്നില്ല. ഇപ്പം ഞാനും ജോലിയിലായിരുന്നു, എത്രയോ വർഷങ്ങൾ ജോലിയിലായിരുന്നു. ആ ജോലിയിലിരിക്കുമ്പോഴും ഞാൻ ദൈവവേല ചെയ്യുമായിരുന്നു. ഒന്നുകിൽ രാത്രി അല്ലെങ്കിൽ അവധി ദിവസങ്ങളിൽ ഇല്ലാത്ത സമയം ഉണ്ടാക്കി, ചിലപ്പോൾ ലീവ് എടുത്ത് ഒക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. അന്നത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇന്ന് ഇങ്ങനൊരു മിനിസ്ട്രിയിൽ എനിക്ക് വരാനും പറ്റില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാ ജോലിയുള്ളവരോടും, ഏതെങ്കിലും രീതിയിൽ വീട്ടുതടങ്കലിലായിരിക്കുന്നവരോടും, ഒത്തിരി സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, ഭർത്താവ് സമ്മതിക്കില്ല, വീട്ടുകാരനുവദിക്കില്ല. ചിലർ വിവാഹം കഴിയാത്ത പെൺകുട്ടികൾ ഒത്തിരി സ്വപ്നമാണ് ദേഹവേല ചെയ്യണമെന്ന്. പക്ഷെ വീട്ടിൽ സ്വാതന്ത്ര്യം, എങ്ങനെ എവിടെ പോയി എന്ത് ചെയ്യാൻ? അവിടെയും ചെയ്യാൻ പറ്റും. വാട്സപ്പിലൂടെ, ചില കോളുകളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ, ഫോണിലൂടെ എന്തെങ്കിലുമൊക്കെ സമയം ഉണ്ടാക്കി പലതും ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. എനിവേ, ലെറ്റ് മീ കം ബാക്ക്. ഈ ഫിലിപ്പിയർക്ക് എഴുതിയ ഈ ലേഖനം എഴുതാനുള്ള സാഹചര്യം വരെ ഞാൻ ഇന്നലെ പറഞ്ഞു. അദ്ദേഹം റോമിൽ കാരാഗൃഹത്തിൽ ഏകദേശം 2 വർഷത്തെ, കാരാഗൃഹം എന്ന് ഉദ്ദേശിക്കുന്നത് കൂലിക്കെടുത്ത വീട് അല്ലെങ്കിൽ റെൻറ്റഡ് ഹൗസാണ്. ഒരു വരുമാനമില്ല, മിനിസ്ട്രി ഫണ്ടില്ല, ബാങ്ക് അക്കൗണ്ടില്ല, ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ ജയിലിലാണെങ്കിൽ ജയിൽ പുള്ളികൾക്ക് കൊടുക്കുന്ന എന്തെങ്കിലും കിട്ടിയേനെ. ഇത് അങ്ങനത്തെ ജയിലിലെ സിസ്റ്റം അല്ല. ഇത് ഒരു ഗവൺമെൻറ് നടത്തുന്ന ജയിലല്ല. അദ്ദേഹം തന്നെ സ്വന്തം ലെവലിൽ എവിടെയെങ്കിലും താമസിക്കണം. പക്ഷേ പൗലോസ് തന്നെയാണ് പോക്കറ്റിൽ നിന്ന് കാശ് കൊടുക്കേണ്ടത്. പക്ഷേ ഒരു പട്ടാളക്കാരൻ കൂടെ ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന് ഒരിക്കലും ആ ദേശം വിട്ടു പോകാനോ യാത്ര ചെയ്യാനോ സാധ്യമല്ല. ആ വീട്ടിൽ തന്നെ കഴിയണം. രക്ഷപ്പെടാൻ എന്തെങ്കിലും ശ്രമിച്ചാൽ പട്ടാളക്കാരനെ ഒരൊറ്റ വെട്ടിന് കൊന്നും കളയും. ഇത്രയുള്ള സംഭവം. ഇത്രയും പ്രതികൂലത ഉള്ള ഒരു സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ടാണ് ഇത്രയും ജോയ്ഫുള്ളായിട്ടുള്ള, എൻകറേജ് ചെയ്യുന്നൊരു ലെറ്റർ അദ്ദേഹം എഴുതുന്നത്. എന്നാൽ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഞാൻ വരാൻ പോവുക. ശരിക്കുള്ള ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം എന്നാണ് ഇതിന് പറയുന്നത്. ഫിലിപ്പിയ എന്ന് പറയുന്നത് അന്ന് മാസിഡോണിയ അല്ലെങ്കിൽ മക്കദോന്യ എന്ന് മലയാളം ബൈബിൾ പറഞ്ഞിരിക്കുന്ന മാസിഡോണിയയിൽപ്പെട്ട ഒരു സിറ്റിയായിരുന്നു ഫിലിപ്പായ് അല്ലെങ്കിൽ ഫിലിപ്പി. അവിടെ 15,000-ഓളം ആളുകളാണ് അവിടെ സിറ്റിസൺസ് ആയിട്ടുള്ളത്. അതിലധികവും പട്ടാളത്തിൽ നിന്ന് വിരമിച്ച ആളുകളായിരുന്നു അധികവും. റോമൻ കോളനി ആയിരുന്നെന്ന് പറഞ്ഞു. ചുറ്റുമെല്ലാം ഗ്രീക്ക് സംസാരിക്കുന്ന ആളുകൾ, യവന ഭാഷ സംസാരിക്കുന്ന ഗ്രീക്ക് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളതായിരുന്നപ്പോൾ ഇത് റോമൻ ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. ഈ ഒരു പർട്ടിക്കുലർ ഇത് മാത്രം, കാരണം ഇതൊരു റോമൻ കോളനി ആയിരുന്നു. അപ്പോൾ അവിടെ സംസാരിച്ചിരുന്ന ഭാഷ ലാറ്റിൻ ഭാഷയായിരുന്നു. ഒന്ന് ഓർക്കണം, അവിടെ എല്ലാം ഗ്രീക്ക് ഇവിടെ ലാറ്റിനാണ് സംസാരിക്കുന്നത്. ഇവിടെ ടാക്സ് റൂൾസിനൊക്കെ വ്യത്യാസമുണ്ട്. ലാൻഡ് ടാക്സ് കൊടുക്കേണ്ട, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ പ്രിവിലേജസ് ഉണ്ടായിരുന്നു. എനിവേ, ഈ ഫിലിപ്പിയ സഭ സ്ഥാപിച്ചത് പൗലോസാണ്. അത് സംഭവിക്കുന്നത് പൗലോസിൻ്റെ 2ാം മിഷണറി യാത്രയിലാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഏത് മിഷണറി യാത്രയിൽ? 2ാമത്തെ. ഒരു ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു, സെക്കൻഡ് റൗണ്ട്. അറിയാമല്ലോ, അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിലാണ്. അതുവരെ ഈ പറയുന്നത് ശ്രദ്ധിച്ചോളണേ, ജസ്റ്റ് ഈ ട്രാക്കിലുണ്ടായിരിക്കണം. 9-ാം അധ്യായത്തിലാണ് അതുവരെ ക്രിസ്തു വിരോധിയായി, ക്രൈസ്തവരുടെ വിരോധിയായി സഭകളെ മുട്ടിക്കുന്ന, പ്രോസിക്യൂട്ട് ചെയ്യുന്ന, കൊല്ലുന്ന, കൊലപാതകിയായി നടന്ന മനുഷ്യനെ
പട്ടാപ്പകൽ ഏകദേശം ഉച്ചയ്ക്ക് 12 മണിക്ക് നട്ടുച്ചയ്ക്ക് സൂര്യനെ കവിയുന്ന വെളിച്ചത്തിൽ കർത്താവ് ഇറങ്ങി വന്ന് കുതിരപ്പുറത്ത് അധികാരികളുടെ അധികാരപത്രവുമായ അല്ലെങ്കിൽ ആൻറ്റൈ കൺവെർഷൻ ബില്ലുമായിട്ട് ഇനി അവിടെയുള്ള ഡമാസ്കസിലുള്ള സഭകളെ പീഡിപ്പിക്കാൻ, അവിടുത്തെ സ്ത്രീകളെ കുട്ടികളെ ഒക്കെ പീഡിപ്പിക്കാനും കൊല്ലുവാനും വേണ്ടി, സഭകളെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന കുതിരപ്പുറത്ത് തുള്ളിച്ചാടി ഗാലപ്പ് ചെയ്ത് പോകുന്ന ഒരു പരീശനായ ശൗൽ എന്നു പേരുള്ള ഭയങ്കര പണ്ഡിതനാണ്. ഡോക്ടറേറ്റ് ഉണ്ട് പഴയ നിയമത്തിൽ, തോറായിലൊക്കെ ഡോക്ടറേറ്റ് ഉണ്ട്. അന്നത്തെ ഏറ്റവും വലിയ വചനപണ്ഡിതൻ, ഗമാലിയേലിൻ്റെ പാദപീഠത്തിലിരുന്ന് അഭ്യസിപ്പിക്കപ്പെട്ട അഭ്യസ്ത വിദ്യൻ. അതുപോലെ വലിയൊരു ആഫ്ലുവൻ്റ് ഫാമിലിയിൽ നിന്നുള്ള ആളാണെന്ന് പറയുന്നത്. സ്വന്തമായിട്ട് കപ്പലൊക്കെ ഉണ്ടായിരുന്നെന്ന് പറയുന്നത് പൗലൂസിൻ്റെ ഫാദറിന്. വലിയൊരു ബിസിനസ് ഫാമിലി. ബെഞ്ചമിൻ ഗോത്രത്തിൽ ജനിച്ച ഭയങ്കരനാണ്. എബ്രായരിൽ നിന്ന് എബ്രായനാണ്. ഒരു കുലീനനാണ്. ഭയങ്കര ഒരു ആളാണ്. ഈ ആളെ കർത്താവ് നേരെ ഇറങ്ങി വന്ന് ആൾ താഴെ പോയി. കണ്ണും കണ്ടൂടെ. അവിടെ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുന്നു. കണ്ണടഞ്ഞു പോകുന്നു. അനന്യാസിൻ്റെ അടുക്കൽ പോകുന്നു. അദ്ദേഹം കൈവച്ച് പ്രാർത്ഥിക്കുന്നു. കണ്ണിൽ നിന്ന് ചെതമ്പല് പോലെ എന്തോ സാധനം സ്കെയിൽസ് താഴെ വിടുന്ന് കണ്ണു തുറന്നു. സ്നാനപ്പെടുന്നു. പിന്നീട് അവിടെ മുതൽ ഇങ്ങോട്ട് പിന്നീട് അദ്ദേഹം കുറച്ച് നാൾ, ചിലർ പറയുന്ന പിന്മാറ്റത്തിൽ പോയെന്ന്, സഭയിലൊന്നും അദ്ദേഹത്തെ അംഗീകരിക്കാതെ വന്നപ്പോൾ അദ്ദേഹം വല്ലാത്തൊരു സിറ്റുവേഷനിലാകുന്നു. ഇത് 9-ാം അധ്യായത്തിൽ നടക്കുന്നു. അതിനുശേഷം പിന്നെ അദ്ദേഹത്തെ ഭയങ്കരമായി കാണുന്നത് 13-ാം അധ്യായത്തിലാണ്. 13-ാം അധ്യായത്തിൽ ആൾ ആൻറ്റിയോക്ക് ചർച്ചിൽ ഉപവാസപ്രാർത്ഥനയിലിരിക്കുക. നിങ്ങൾ വായിച്ചു പോകണം ആദ്യത്തെ വചനങ്ങൾ. അവിടെ കുറേ ആളുകളിരുന്ന് നീഗർ എന്നൊക്കെ പേരുള്ള ഹനായൻ എന്നൊക്കെ പറയുന്ന കുറേ ആളുകളുമായിട്ടിരുന്ന് ഫാസ്റ്റിംഗ് പ്രേയറിൽ ഉപവാസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് പറയുന്നു പൗലോസിനെയും ബർണ്ണബാസിനെയും മിഷണറിമാരായിട്ട് അയക്കാൻ പറയും. അപ്പോൾ ഈ എല്ലാ സഭകളിൽ നിന്നും ഒരു സഭയിൽ പോലും ഒരു മീറ്റിങ്ങിന് കയറ്റില്ല. കാരണം ഇദ്ദേഹം ഒരു ഭീകരനായിരുന്നു, ടെററിസ്റ്റായിരുന്നു. ഒത്തിരി സഭകളെ മുടിച്ച വാർത്ത എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ ഒരു സഭയിലും, കാരണം ഇയാൾ ശരിക്കും മാനസാന്തരപ്പെട്ടതാണെന്ന് എങ്ങനെ അറിയും? പതുക്കെ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് അകത്ത് കയറിയിട്ട് സഭയെ നശിപ്പിക്കുമോ? അതുകൊണ്ട് ഒരു സ്ഥലത്തും അംഗീകരിക്കാതിരുന്നപ്പോൾ അപ്പസ്തോലന്മാരും അദ്ദേഹത്തെ അംഗീകരിച്ചില്ല. അപ്പസ്തോലന്മാരുടെ കാര്യം ഇതാണ്: ഈ മനുഷ്യൻ സഭയെ മുടിച്ചവനാണ്, ഞങ്ങളാണെങ്കിൽ യേശു തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരാണ്, അത് ഒറിജിനൽ ഞങ്ങളാണ്, ഇയാളൊന്നും അപ്പസ്തോലനല്ല എന്ന ഭാവത്തിൽ വന്നു. ഇങ്ങനെ റിജക്റ്റഡായി യഹൂദ മരുഭൂമിയിൽ എവിടെയൊക്കെ പോയി നടന്നു. 2-3 വർഷം അങ്ങനെ കളഞ്ഞു. പക്ഷെ അവിടെ വെച്ചൊക്കെ അദ്ദേഹത്തിന് എന്തൊക്കെയോ വെളിപ്പാടുകൾ, കർത്താവിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി. എനിവേ 13-ാം അധ്യായത്തിൽ വന്നപ്പോൾ ഇതിനിടയിൽ ബർണ്ണബാസ് എന്നൊരു വ്യക്തിത്വമാണ് ഈ ശൗൽ അല്ലെങ്കിൽ പൗലോസായിത്തീർന്ന മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ പ്രബോധനപുത്രൻ അല്ലെങ്കിൽ സൺ ഓഫ് എൻകറേജ്മെൻ്റ് എന്നാണ്. ഒത്തിരി പേരെ വളർത്തിയെടുക്കാൻ, താഴത്തോട്ട് പോകുന്നവരെ പിടിച്ചുയർത്താനൊക്കെ കഴിവുള്ളൊരു മനുഷ്യനായിരുന്നു ബർണ്ണബാസ്. ആ കാലഘട്ടത്തിൽ, ആ സീസണിൽ പൗലൂസുമായി കണക്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ, ഓർക്കണേ, ഇങ്ങനൊരു അപ്പസ്തോലൻ ഭൂമിയിലുണ്ടാവില്ലായിരുന്നു. കാരണം എല്ലായിടത്തും തിരസ്കരിക്കപ്പെട്ടവനായി ഇവനെ എല്ലായിടത്തും കൊണ്ടുപോയി കുറച്ച് സംസാരിക്കാനും സാക്ഷ്യം പറയാനും, ആ എൻകൗണ്ടർ എന്താണെന്നൊന്ന് പറയാൻ പറയും. ഡമാസ്കസിലോട്ട് പോകുമ്പോൾ സമയത്തുള്ള ആ സാക്ഷ്യം എന്ന് പറഞ്ഞു, ആ സാക്ഷ്യം കേൾക്കുമ്പോൾ തന്നെ ജനം ത്രില്ലടിക്കുക. അങ്ങനെ കൊണ്ടു നടന്ന് അദ്ദേഹത്തെ വളർത്തിയ അവസാനം ബർണ്ണബാസും ഈ പറഞ്ഞ ശൗലും പൗലോസും എല്ലാവരും കൂടെ ഇരുന്ന് ഉപവാസ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയേറിയ പ്രവചന ദൂത്, ഒരുപക്ഷെ അവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരു പ്രവാചകൻ പ്രവചിച്ചതായിരിക്കാം, ശക്തമായ ഭാഷയിൽ പ്രവചിക്കുകയാണ്. ഈ പൗലോസിനെയും ബർണ്ണബാസിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന വിളിയിലേക്ക് അവരെ പറഞ്ഞയക്കാൻ പറയാം. അപ്പോൾ അവിടെയുള്ള എല്ലാവരും കൂടെ അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അയക്കുക. എന്തിനു വേണ്ടി? എല്ലാ രാജ്യങ്ങളിലും പോകാവുന്നിടത്തോളം പോയി സുവിശേഷം പ്രസംഗിച്ച് സഭകൾ സ്ഥാപിക്കാൻ വേണ്ടി. അങ്ങനെ 13-ാം അധ്യായത്തിൽ അവർ യാത്ര തിരിക്കുകയാണ്. 13-ാം അധ്യായത്തിൽ യാത്ര തിരിക്കുന്ന സമയത്ത് കൂടെ എനിക്ക് ഓർമ്മയില്ല, ബർണ്ണബാസും പൗലോസുമാണ്. ഇനി വേറൊരു വളരെ രസകരമായൊരു സംഭവം. ആദ്യമൊക്കെ അപ്പോസ്തലപ്രവൃത്തിയിൽ വായിക്കുമ്പോൾ ബർണ്ണബാസും പൗലോസും ഇന്ന സ്ഥലത്ത് പോയി എന്ന് പറയും. കുറച്ച് ഇതൊക്കെ തിരിച്ചിട്ട് പൗലോസും ബർണ്ണബാസും എന്നാവും. അതായത് ബർണ്ണബാസിൻ്റെ കീഴിൽ കവറിങ്ങിനകത്ത് അല്ലെങ്കിൽ മെൻറ്റർഷിപ്പിലാണ്
ശൗൽ വളർത്തപ്പെടുന്നത്, പൗലോസായി മാറുന്നത്. കുറച്ചും കഴിഞ്ഞപ്പോൾ ഈ മെൻറ്റോറിങ് റിലേഷൻഷിപ്പിൽ പൗലോസ് ബർന്നബാസിനേക്കാളും ഒരു തരത്തിൽ പറഞ്ഞാൽ പെട്ടെന്നാണ് ദൈവിക വെളിപ്പാടുകൾ നിറഞ്ഞ, അഭിഷേകം നിറഞ്ഞ് കയറി വരാൻ, ലീഡർഷിപ്പിൽ കയറി വരാൻ തുടങ്ങി. പിന്നെ അവിടെ ലൂക്കോസ് എഴുതുന്നത് പൗലോസും ബർന്നബാസും തിരിഞ്ഞു. ടീമിൻ്റെ ലീഡർഷിപ്പ് ആർക്ക് കിട്ടി? പൗലോസിന് കിട്ടി. ബർന്നബാസ് അങ്ങ് താഴ്ന്നു കൊടുത്തു. കാരണം അതുപോലെ ദൈവം അദ്ദേഹത്തെ ഉപയോഗിക്കാൻ തുടങ്ങി. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രീച്ചിങ് എന്നൊക്കെ പറഞ്ഞാൽ അതുപോലെയാണ്. പട്ടണങ്ങളെ ഇളക്കി മറിക്കുന്ന ശുശ്രൂഷയാണ്. അപ്പം അങ്ങനെ അവർ മുന്നിലോട്ട് പോയി. ഒന്നാമത്തെ മിഷണറി യാത്രയിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പക്ഷേ ലൂക്കോസ് കാണുമായിരിക്കും, പിന്നെ പൗലോസും ബർന്നബാസും ഉണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജോൺ മാർക്ക് കൂടെ ഉണ്ട്. ജോൺ മാർക്ക് ഇവരുടെ അസിസ്റ്റൻ്റാണ്. അസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ വലിയ ശുശ്രൂഷ പ്രവചനമോ ഇതൊന്നുമല്ല. ഇവരുടെ ബാഗ് എടുത്തുകൊണ്ട് നടക്കുക, ഞാൻ ഇന്നത്തെ ഭാഷയിൽ അങ്ങ് പറയുവാണ് മനസ്സിലാകാൻ വേണ്ടി. ഇവരുടെ കൂടെ നടക്കുക, ഇവരെ അസിസ്റ്റ് ചെയ്യുക, ചിലപ്പോൾ ഐറ്റിനറി സെറ്റ് ചെയ്യുക, ടിക്കറ്റ് ബുക്ക് ചെയ്യുക, കപ്പലിൽ പോകണം, കപ്പലിൻ്റെ ടിക്കറ്റ് എടുക്കുക, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, ഫണ്ട് മാനേജ്മെൻറ്റ്, ഇതൊക്കെ ചെയ്യുന്നൊരു അസിസ്റ്റൻ്റാണ്. പക്ഷെ ഒരു സംഭവം ഉണ്ടായത് ഇടയ്ക്ക് വെച്ചിട്ട് ഇനി ഞാൻ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ 16-ാം അധ്യായത്തിലാണ് വരേണ്ടതെങ്കിൽ 15-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്കൊന്ന് വരിക. ഒരു 36-ാമത്തെ വചനത്തിലേക്കൊന്ന് വന്നേ. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ നോക്കുക. ഞാൻ ആ ഭാഗങ്ങളൊന്ന് പറഞ്ഞു പോവുകയാണ്. എങ്കിൽ മാത്രമേ ഫിലിപ്പി ലേഖനം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയൂ. ഇതിനിടയിൽ നിങ്ങൾക്കുള്ള ശക്തിയേറിയ ചില പേഴ്സണൽ ദൂതുകൾ വന്നുകൊണ്ടിരിക്കും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. നോക്കിക്കോ, ഈ ഒന്നാം മിഷണറി യാത്രയിൽ ഇവരുടെ അസിസ്റ്റൻ്റായിട്ട് കൂടെയുള്ള ജോൺ മാർക്ക്. പക്ഷേ ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ, ശ്രദ്ധിച്ചു കേട്ടോളൂ, ഒരു പ്രത്യേക സ്ഥലത്ത് എത്തുകയല്ല, പെട്ടെന്ന് ഈ ജോൺ മാർക്കിന് മടുത്തു. ജോൺ മാർക്ക് പറഞ്ഞു, ഞാൻ തിരിച്ചു പോവാം, എനിക്ക് പറ്റുന്നില്ല. കാരണം കൂടെയുള്ള യാത്രകൾ, കഷ്ടപ്പാട്, ഒത്തിരി പ്രായമില്ലായിരിക്കാം, അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല മിഷണറി യാത്ര. ഈ ശുശ്രൂഷ ഇട്ടിട്ട് പോവുക. അങ്ങനെ ജോൺ മാർക്ക് ശുശ്രൂഷ ഇട്ടിട്ട് തിരിച്ചുപോയി. ഈ നമ്മുടെ ഈ മർക്കോസിൻ്റെ ഒരു അങ്കിൾ സ്ഥാനത്ത് വരുന്നതാണ് ബർന്നബാസ്. അവർ തമ്മിൽ റിലേറ്റീവ്സാണ്. സൈപ്രസ് എന്ന സ്ഥലത്ത് നിന്നുള്ള ആളാണ് ബർന്നബാസ്. കുപ്രോസ് ദ്വീപുകാരൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതാണ് സൈപ്രസ്. ഇട്ടിട്ട് പോയി. അങ്ങനെ അങ്ങനെ ഇട്ടിട്ട് പോയി 2-ാം മിഷണറി യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് വീണ്ടും ഈ മർക്കോസ് വീണ്ടും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആദ്യം ഒരു പ്രാവശ്യം പൊക്കളഞ്ഞു. 1-ാം മിഷണറി യാത്രയിൽ ഇടയ്ക്ക് വെച്ചിട്ട് പൊക്കളഞ്ഞു. 2-ാം മിഷണറി യാത്രയിലേക്ക് വരുമ്പോൾ അതായത് അപ്പോസ്തലപ്രവൃത്തികൾ 15:36, sometime later Paul said to Barnabas, let's go back and visit the believers in all the towns where we preach the word of the Lord and see how they are doing. പൗലോസാണ് ലീഡർഷിപ്പ്. അദ്ദേഹം പറയുക, ബർന്നബാസിനോട് പറയുക, നേരെ തിരിഞ്ഞു. ടീം ക്യാപ്റ്റൻ ഇപ്പോൾ ബർന്നബാസ് അല്ല, പൗലോസാണ്. പൗലോസ് പറയാം, നമുക്ക് ആദ്യം പോയ പട്ടണങ്ങളിലേക്ക് ഒന്നുകൂടി ഒന്ന് വിസിറ്റ് ചെയ്യണം. അവർ വിശ്വാസത്തിലുണ്ടോ, എന്താണ് ക്ഷേമം അന്വേഷിച്ച് അവരാരും പിന്മാറ്റത്തിൽ പോകാതെ ഒന്നുകൂടി ഒരു റൗണ്ട് എടുക്കണം എന്ന് പറഞ്ഞു. ആ സമയത്ത് ബർന്നബാസ് വാണ്ടഡ് ടു ടേക്ക് ജോൺ, ഓൾസോ കോൾഡ് മാർക്ക്, വിത്ത് ദം. ബർന്നബാസ് പറഞ്ഞു, നമുക്ക് ഈ മർക്കോസിനെ അവിടെ കൂട്ടിക്കൊണ്ട് പോകാം അവിടെ. ബട്ട് പോൾ ഡിഡ് നോട്ട് തിങ്ക് ഇറ്റ് വൈസ് ടു ടേക്ക് ഹിം ബിക്കോസ് he had deserted them in Pamphylia and had not continued with them in the work. ഈ ശുശ്രൂഷയിൽ ഈ പംഫുല്യ, അങ്ങനെ എന്തോ ആണ് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവിടെ വെച്ച് ഇട്ടിട്ട് പോയ ഈ ജോൺ മാർക്കിനെ ഒരു കാരണവശാലും നമ്മുടെ ടീമിൽ നിന്ന് എടുക്കരുതെന്ന് പറഞ്ഞു. കാരണം അവൻ 2-ാമത്തെ മിഷണറി യാത്രയിൽ ഇടയ്ക്ക് വെച്ചിട്ട് ഇട്ട് പോകും. പിന്നെ ആരും അസിസ്റ്റൻ്റ് ഇല്ലാതെ ആകും. പൗലോസിൻ്റെ പക്ഷം അതാണ്. ബർന്നബാസ് പറഞ്ഞു, നോ, അങ്ങനെയല്ല. ബർന്നബാസിൻ്റെ പ്രത്യേകത ഇത്തിരി കൈൻഡ് ഹാർട്ടഡ് ആണെന്ന് വെച്ചാൽ താഴെ പോകുന്നവരെ, അല്ലെങ്കിൽ ഇങ്ങനെ ഡൗണായി പോകുന്നവരെ, ഈവൻ പൗലോസിനെ പോലും, ശൗലായിരുന്ന കാലത്ത് ഒരു സഭ അംഗീകരിക്കാത്ത സമയത്ത് പതുക്കെ കയറ്റിക്കൊണ്ടുവന്നയാളാണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെയായാലും അവനെ കളയണ്ട, അവനെ നമുക്ക് പണിതെടുക്കാം, അത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാനല്ലേ, എൻ്റെ റിലേറ്റീവ്, ഞാൻ നോക്കിക്കോളാം അവൻ്റെ കാര്യം. സംഭവിച്ചത് 39-ാം വചനത്തിൽ they had such a sharp disagreement that
ദേ പാർട്ടഡ് കമ്പനി. അവിടെ വെച്ച് ഈ അപ്പസ്തോലന്മാർ തമ്മിൽ ഭയങ്കരമായ ഒരു വാദമുണ്ടായി, ഉഗ്രവാദം, ഡിസഗ്രിമെൻ്റ് ഉണ്ടായി. ആൻഡ് ദേ പാർട്ടഡ് കമ്പനി. അവിടെ വെച്ച് അവർ പിരിയുകയാണ്, 2 ടീമായി മാറുകയാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ സ്പ്ലിറ്റ് എന്നൊക്കെ വിളിക്കാം, ഒരു ഡിവിഷൻ എന്ന് വിളിക്കാം. നമ്മൾ പറയും സഭ 2ആയി, മിനിസ്ട്രി 2ആയി, മിഷൻ 2ആയി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഭവം ഇവിടെ ഉണ്ടായി. സംഭവിച്ചത് കേൾക്കൂ. ബർണബാസ് ടുക്ക് മാർക്ക് ആൻഡ് സെയിൽഡ് ഫോർ സൈപ്രസ്. ബർണബാസ് ഉടൻ തന്നെ മർക്കോസിനെ കൂട്ടിക്കൊണ്ട് സൈപ്രസിലേക്ക്, തൻ്റെ ജന്മനാടായ സൈപ്രസിലേക്ക് പോയി അവിടുത്തെ ആ റൂട്ടിലുള്ള മിനിസ്ട്രി ചെയ്തുകൊണ്ട് പോവുകയാണ്. ബട്ട് പോൾ ചോസ് സൈലസ് ആൻഡ് ലെഫ്റ്റ്, കമൻഡഡ് ബൈ ദ ബിലീവേഴ്സ് ടു ദ ഗ്രേസ് ഓഫ് ദ ലോർഡ്. അവിടെ വെച്ച് പൗലോസ് പറഞ്ഞ അങ്ങനെയാണ് ഒരു പണിയാ, ഞാൻ സൈലസിനെ കൂട്ടിക്കൊണ്ട് ഞാൻ ഈ വേറെ റൂട്ടിൽ പൊക്കോളാം. അവിടെ നടക്കുന്നത് 2 മിഷണറി യാത്രകൾ അല്ലെങ്കിൽ 2 ടീമുകളായിട്ട് തിരിയുകയാണ്. ഈ ഡിസഗ്രിമെൻ്റ് നല്ലതാണോ? അല്ല. പക്ഷേ നമ്മളെല്ലാവരും മനുഷ്യരാണ്. എത്ര വലിയ അഭിഷിക്തൻ പറഞ്ഞാലും എത്ര വലിയതെന്ന് പറഞ്ഞാലും മനുഷ്യത്വം എല്ലാവരിലും ഉണ്ട്, കുറവുകൾ എല്ലാവരിലും ഉണ്ട്. ഈ 2 പേരും പറയുന്നത് കറക്റ്റാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പൗലോസ് പറയുന്നത് കറക്റ്റാണ്. കാരണം ഒരു സമയത്ത് മിനിസ്ട്രിയോട് കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ ഇട്ടിട്ട് പോയ ഒരാളെയും കൊണ്ട് പോയാൽ ഇടയ്ക്ക് വെച്ച് നമുക്ക് അസിസ്റ്റൻ്റ് ഇല്ലാതെ പോയി നമ്മൾ ആകപ്പാടെ വല്ലാതായി പോകും. അദ്ദേഹത്തിൻ്റെ ഭാഗം കറക്റ്റാണ്. ബർണബാസ് പറയുന്നത് കറക്റ്റാണ്. അവൻ ഒരു പ്രാവശ്യം ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട് അവനൊരു അവസരം കൊടുക്കുന്നില്ല. എന്താ തെറ്റ്? ഞാൻ ഏറ്റു, ഞാൻ അവനെ നോക്കിക്കോളാം, ഞാൻ ഗ്യാരണ്ടി. ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കണ്ടേ അവന്? നമുക്കും എല്ലാം വീഴ്ചകൾ വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും പല രീതിയിൽ പിന്മാറ്റത്തിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് അവനൊരു കരുണ കാണിക്കണ്ടേ? അദ്ദേഹം പറയുന്നത് ശരിയാണ്. പലപ്പോഴും ഡിസഗ്രിമെൻറ്റ്സ് നടക്കുമ്പോൾ ഞാൻ ഈ ചർച്ചുകൾ തമ്മിൽ, ദേവദാസന്മാർ തമ്മിലൊക്കെ ചില ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് അതിനിടയിൽ പ്രശ്നം തീർക്കാനൊക്കെ പോയിട്ടുണ്ട്. പല വർഷങ്ങളിൽ പോയിട്ടുണ്ട്. ആ സമയത്ത് ഇവർ 2 പേരും പറയുന്നത് ശരിയാണ്, ആരുടെയും പക്ഷത്ത് നമുക്ക് നിൽക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ 2 പേരും പറയുന്നത് ശരിയാകുമ്പോൾ അവരുടെ കാഴ്ചപ്പാടിൽ, അതാണ് നമ്മൾ അവരുടെ പേഴ്സ്പെക്റ്റീവിൽ നോക്കുമ്പോൾ, അവരുടെ കണ്ണട വെച്ച് നോക്കുമ്പോൾ ഇത് 2 ശരിയാണ്. ആ സമയത്താണ് പ്രാർത്ഥനയോടുകൂടി ആമിക്കബിളായി 2 കൂട്ടർക്ക് അല്ലെങ്കിൽ 2 രീതിയിലും ഗുണകരമായ ഒരു ഡിസിഷൻ എടുക്കേണ്ടത്. എനിവേ, ഇവിടെ 2 ടീമായി മാറുന്നു. ഓരോ ടീം സൈപ്രസിലേക്ക് പോകുന്നു. മറ്റേ ടീം സഹോദരങ്ങളാൽ ഭരമേൽപ്പിക്കപ്പെട്ട് പ്രാർത്ഥിച്ചിട്ട് അവർ പോകുന്നത് ഹി വെന്റ് ത്രൂ സിറിയ ആൻഡ് സിലീസിയ സ്ട്രെങ്തനിങ് ദ ചർച്ചസ്. അവർ സിറിയ വഴി, എനിക്ക് തോന്നുന്നു മലയാളം ബൈബിളിൽ കിലിക്യ എന്നാണ് എഴുതിയിരിക്കുന്നത്, സിലീസിയ, ആ ഭാഗത്തോട്ട് വേറെ റൂട്ട് എടുത്ത് പോയി. വാസ്തവത്തിൽ ഇതിലൂടെയുള്ള ഔട്ട്കം എന്ന് പറയുന്നത് നല്ലതാണ്. കാരണം ഒരുമിച്ച് 2 വലിയ അഭിഷിക്തന്മാർ ഒരുമിച്ച് ഇങ്ങനെ പോയിരുന്നു. അതിന് പകരം 2 ടീമായി 2 പേര് ഹെഡ്ഷിപ്പ് ഉള്ളവരാണ്. മീൻസ് 2 പേര് ലീഡർഷിപ്പും അനോയിൻറ്റിങ്ങും ദൈവത്തോടുള്ള ബന്ധവും എല്ലാം ഉള്ളവരാണ്. അങ്ങനെ 2 ടീമായിട്ട് അവർ മൂവ് ചെയ്യാൻ തുടങ്ങി. ദൈവം അത് ഗുണത്തിനാക്കി തീർത്തു. ഇത് പറയാൻ കാരണം, ഈ സമയത്ത് ആ 2ാമത്തെ മിഷണറി യാത്ര ആരംഭിക്കുമ്പോൾ ടീം മാറി. പൗലോസിനോടൊപ്പം ഇപ്പോൾ ഉള്ളത് ശീലാസ് എന്ന് പറയുന്ന സൈലസാണ്. അവർ നേരെ വരുന്നത് എങ്ങോട്ടാണെന്ന് അറിയാമോ? 16-ാം അധ്യായം 1-ാമത്തെ വചനത്തിലേക്ക് നോക്കുമ്പോൾ, Paul came to Derbe and then to Lystra, where a disciple named Timothy lived, whose mother was Jewish and a believer, but whose father was a Greek. അവർ നേരെ വന്ന് ലിസ്ട്ര എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ, ലുസ്ത്ര എന്നാണ് മലയാളം ബൈബിളിൽ. അപ്പോൾ ആരൊക്കെയുള്ളത്? പൗലോസും ശീലാസും ലൂക്കോസ് കൂടെ കാണുമെന്ന് വിശ്വസിക്കുന്നു. അവരവിടെ എത്തുന്ന സമയത്ത് ലുസ്ത്ര സഭയിൽ ഒരു ചെറുക്കനെ കണ്ടു, ഒരു യുവാവിനെ കണ്ടു. അവൻ്റെ പേരാണ് തിമത്തി. തിമത്തിയുടെ ഫാദർ മദർ ഒരു ഇൻ്റർകാസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മാരേജാണ്. 2 രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. ഒരു മലയാളി പോയി അമേരിക്കൻ പെങ്കൊച്ചിനെ കല്യാണം കഴിക്കുന്ന പോലെ ഇവിടെ സംഭവിക്കുന്നത്, തിമത്യോസിൻ്റെ മദർ യഹൂദ സ്ത്രീയും ഫാദർ ഗ്രീക്കുകാരനുമാണ്. അപ്പം അങ്ങനെയുള്ളൊരു വിവാഹബന്ധമാണ് അതിൽ ജനിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ അവിടുത്തെ മൂപ്പനോട് അല്ലെങ്കിൽ അവിടുത്തെ പാസ്റ്ററോട് പറഞ്ഞു, എനിക്ക് ഇവനെ കിട്ടിയാൽ കൊള്ളാം ഈ ശുശ്രൂഷയ്ക്ക്. അപ്പോൾ കൂടെ അസിസ്റ്റൻ്റായിട്ട് സൈലസ് ഉണ്ട്.
ഇവനെയും കൂടി കിട്ടിയേക്കളാം. കാരണം എന്തോ അദ്ദേഹത്തിന് നോക്കിയപ്പോഴേ, ആത്മാവിൽ നോക്കിയപ്പോഴേ മനസ്സിലായി ഇവനെ പണിതെടുക്കാൻ പറ്റും. ഇവനൊരു നല്ല ശുശ്രൂഷകനാക്കി, ഭാവിയിൽ അപ്പസ്തോലനാക്കി പണിതെടുക്കാൻ പറ്റും. എന്നിട്ട് അവനെ കൂടെ ഈ കൂട്ടത്തിൽ കൂട്ടി. കേൾക്കുന്നുണ്ടോ? അവനെ കൂടെ കൂട്ടത്തിൽ കൂട്ടി അങ്ങനെ ഒരു ടീം ഫോം ചെയ്ത് മുന്നിലേക്ക് പോവുകയാണ്. 3-ാമത്തെ വചനത്തിൽ Paul wanted to take him along on the journey. So he circumcised him because of the Jews who lived in that area. For they all knew that his father was a Greek. നോക്കൂ, ഈ പൗലോസ് ആ സമയത്ത് ഒരല്പം ബുദ്ധി ഉപയോഗിക്കുന്നുണ്ട്. ഇവൻ ആക്ച്വലി ഒരു യഹൂദ സ്ത്രീയുടെ മകനാണ്, പക്ഷേ ഫാദർ ജെൻറ്റൈലാണ്, യവനനാണ്. അങ്ങനെ ജനിക്കുന്ന യഹൂദ സ്ത്രീയിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ യഹൂദരായിട്ടാണ് കണക്കാക്കുക. പക്ഷേ ഇവൻ സർക്കംസൈസ്ഡ് അല്ല, പരിച്ഛേദന കഴിച്ചിട്ടില്ല. ഇത് 16-ാം അധ്യായത്തിൽ നടക്കുന്നത്. 15-ാം അധ്യായത്തിൽ ആദ്യത്തെ അപ്പസ്റ്റോലിക് സിനഡ് നടക്കുകയാണ്, സൂനഹദോസ് നടക്കുക. എന്താണ് സൂനഹദോസിൻ്റെ തീം? ഒരു വലിയ വിഷയമാണ്. ഒരാൾ വിശ്വാസത്തിലേക്ക് വന്നാൽ, അതായത് ജാതീയനായ യഹൂദനല്ലാത്തൊരാൾ വിശ്വാസത്തിലേക്ക് വന്നാൽ അയാൾ പരിച്ഛേദന കഴിക്കണോ വേണ്ടേ? അപ്പം ആ സമയത്ത് അവിടെ 2 ആർഗ്യുമെൻ്റാണ്. ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു ഒരു വിജാതീയൻ, യഹൂദനല്ലാത്തൊരു ആള് ഒരു വിശ്വാസത്തിലേക്ക് ദൈവവേദലായി ക്രിസ്ത്യനായി മാറണമെങ്കിൽ ആദ്യം യഹൂദനാകണം, എന്നിട്ട് ക്രിസ്ത്യനാകണം. അതിന് വേണ്ടിയിട്ട് ആദ്യം പരിച്ഛേദന കഴിക്കണം, എന്നിട്ടേ ഇതിലേക്ക് വരാൻ പറ്റും. ഇതാണ് അവരുടെ വാദം. എന്ത് സംഭവം എന്ന് വെച്ചാൽ, പൗലോസ് ഏതെങ്കിലും ഒരു പട്ടണത്തിൽ ചെന്നാൽ ആദ്യം പ്രസംഗിക്കുന്നത് എവിടെയാണെന്നറിയാമോ? ഒരു സിനഗോഗ് ഉണ്ടെങ്കിൽ അവിടെ ആയിരിക്കും ആദ്യത്തെ ആരംഭം, ശുശ്രൂഷയുടെ ആരംഭം. കാരണം ആദ്യം യഹൂദനോടും പിന്നെ യവനനോടും സുവിശേഷം അറിയിക്കുന്നത്. എന്ന് വെച്ചാൽ ആദ്യം യഹൂദന്മാർക്ക് ചാൻസ് കൊടുക്കണം, എല്ലാ യഹൂദന്മാരും സുവിശേഷം കേൾക്കണം, എന്നിട്ട് വേണം ജാതികളിലേക്ക് തിരിയാൻ. അപ്പോൾ ഏതെങ്കിലും ഒരു സിനഗോഗിൽ ചെന്ന് ഇപ്പം മിനിസ്ട്രി ടീമിലേക്ക് തിമോത്തിയസിനെ കൂടെ എടുത്തേക്ക് പോവാം. ഇപ്പം സംഭവം എന്തെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു മിനിസ്ട്രി, ഏതെങ്കിലും ഒരു സിനഗോഗിൽ കയറി ശുശ്രൂഷിക്കണമെങ്കിൽ അവരാരും രക്ഷിക്കപ്പെട്ടിട്ടില്ല, പച്ച യഹൂദന്മാരാണ്. അവിടെ ആക്സസ് കിട്ടണമെങ്കിൽ പോലും പരിച്ഛേദന കഴിഞ്ഞിരിക്കണം. അപ്പം ഇവിടെ പൗലോസ് 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവനാണ്, ബെന്യാമിൻ ഗോത്രക്കാരൻ. കൂടെയുള്ള സൈലസ് യഹൂദനാണ്, പരിച്ഛേദനയേറ്റവനാണ്. ഈ തിമത്തി ഈ പരിച്ഛേദന ഏറ്റിട്ടില്ല. ഇവൻ ഇത് ഏറ്റില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഒരു സിനഗോഗിലും കയറാൻ പറ്റില്ല. അപ്പോൾ കൺവീനിയൻസിന് വേണ്ടി, എൻട്രിക്ക് വേണ്ടി, ആക്സെപ്റ്റൻസിന് വേണ്ടി മാത്രം ഇത് അദ്ദേഹത്തെ പരിച്ഛേദന കഴിപ്പിക്കാൻ, തിമോത്തിയസിനെ പരിച്ഛേദന കഴിപ്പിക്കാൻ 15-ാം അധ്യായത്തിൽ തീരുമാനിച്ചിട്ട് പരിച്ഛേദന വേണ്ടാന്ന്. ആ എഴുതിയ ലെറ്ററുമായിട്ടാണ് പൗലോസ് എല്ലാ സഭകളിലും സന്ദർശിച്ച് ഇത് പറയാൻ പോകുന്നത്. എങ്കിൽ ഇവിടെ എല്ലാവർക്കും എല്ലാം ആകേണ്ടതിന്, എല്ലാവരുടെ ഇടയിലും സുവിശേഷം എത്തുവാൻ വേണ്ടി മാത്രം, അതല്ലാതെ പരിച്ഛേദനയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടല്ല അദ്ദേഹം ഇത് ചെയ്യുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അവനെ പരിച്ഛേദന കഴിപ്പിക്കുന്നു. അങ്ങനെ ഈ 2-ാം മിഷണറി യാത്രയിൽ ടീം ഫോം ചെയ്ത് തിമോത്തിയസിനെ കൂടെ കൂട്ടി ശക്തിയേറിയ രീതിയിൽ പോയി. 5-ാമത്തെ വചനത്തിൽ പറയുന്ന, സോ ദ ചർച്ചസ് വർ സ്ട്രെങ്തൻഡ് ഇൻ ദ ഫെയ്ത്ത് ആൻഡ് ഗ്രൂ ഡെയിലി ഇൻ നമ്പേഴ്സ്. അവിടെ ഈ മിനിസ്ട്രിയിൽ സഭകൾ ശക്തമായി വളരുന്നു. അപ്പോൾ പൗലോസിനെ കർത്താവ് തുടർന്നും ശക്തമായി ഉപയോഗിക്കണം. ആ സമയത്ത് സൈപ്രസിലേക്ക് പോയ ബർണബാസിനെയും കർത്താവ് ഉപയോഗിക്കുന്നു. അങ്ങനെ മിനിസ്ട്രി സ്പ്രെഡാകുകയാണ്. നെഗറ്റീവ് എന്ന് തോന്നുമ്പോഴും അതിനകത്തൊരു പോസിറ്റീവ് ഉണ്ട്. റോമാലേഖനം 8:28 അനുസരിച്ച്, ഇവിടെ നോക്ക് സിസ്റ്റർ, ബ്രദർ, കുഞ്ഞുങ്ങളെ, അമ്മയപ്പന്മാർ, എന്നെ ഒന്ന് നോക്കിയേ. ഇതിനകത്തും എന്ന് വെച്ചാൽ വളരെ നെഗറ്റീവ് എന്ന് തോന്നുന്ന കാര്യങ്ങൾക്കകത്തും പൗലോസ് തന്നെ പറയുന്നതനുസരിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണെങ്കിൽ, ദൈവത്തിൻ്റെ ലിസ്റ്റിലുള്ളവരാണെങ്കിൽ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ ലിസ്റ്റിലുള്ള ആളാണെന്നറിയാമോ? അല്ലെങ്കിൽ ഇതൊന്നും കേൾക്കാൻ പോകുന്നില്ല, ഇതറിയാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ വ്യക്തമായി പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കുന്ന ചില വിള്ളലുകൾ, വിടർച്ചകൾ, അകൽച്ചകൾ, അതുപോലും നന്മയ്ക്കാക്കി കർത്താവ് മാറ്റിയിരിക്കും. എത്ര പേർ ഹല്ലേലൂയ പറയും? പിശാച് പലതും അല്ലെങ്കിൽ മാനുഷികമായ പലതും തിന്മയ്ക്കായി സംഭവിക്കുമ്പോൾ ദൈവം അതിനെ നന്മയ്ക്കാക്കി മാറ്റാൻ പോവുക. ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. കൈനീട്ടാം. കർത്താവെ, ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇന്നലെ പറഞ്ഞതുപോലെ എല്ലാ ഹൃദയങ്ങളിലും സാഹചര്യങ്ങൾക്കപ്പുറത്ത് ഒരു സന്തോഷം ഉണ്ടാകാനും,
ദൈവത്തിൻ്റെ കരങ്ങൾ കൂടി വ്യാപരിച്ച് എല്ലാം നന്മയ്ക്കാക്കി മാറ്റുകയും ചെയ്യുന്ന ആ പ്രവൃത്തി വെളിപ്പെടുന്നതിനായി നന്ദി പറയുന്നു. അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. രോഗികൾക്ക് വേണ്ടി കൂടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് നിങ്ങളൊരു പ്രത്യേക രോഗാവസ്ഥയിലാണെങ്കിൽ ആ ഭാഗത്തൊന്ന് കൈവെക്കുക, നെഞ്ചിൽ കൈവെക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ, ഒരു വലിയ വിടുതലുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹെർണിയ പോലെയുള്ള രോഗങ്ങൾ അറിയാമല്ലോ, ഹെർണിയ. ചില സ്ഥലങ്ങളിൽ ഹിരണ്യ എന്നെന്തോ പറയുന്നത് എനിക്കറിഞ്ഞുകൂടാ, മലയാളത്തിൽ അങ്ങനെയാണോ എന്ന് അറിഞ്ഞുകൂടാ. ഹെർണിയ അടിവയറിലും അവിടെ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ മുഴച്ചു വരുന്ന ഡയഫ്രം, അവിടെയുള്ള മെംബ്രെയിൻ പൊട്ടിയിട്ട് പുറത്തേക്ക് ഇൻഡസ്റ്റൈനൊക്കെ ഇങ്ങനെ ബൾജ് ചെയ്ത് വരുന്ന അങ്ങനെയുള്ള രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ട്യൂമറുകൾ, സിസ്റ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ ഡിസപ്പിയർ ചെയ്യട്ടെ. ചില സർജറികൾ കർത്താവ് മാറ്റുകയാണ്. ഒരു ശസ്ത്രക്രിയ വേണമെന്ന് പറഞ്ഞിരിക്കുന്നു, പക്ഷേ അതിനെ കർത്താവ് ക്യാൻസൽ ചെയ്യുന്നു. ചെവിക്കകത്ത് സൗഖ്യം നടക്കുന്നു. നിങ്ങൾക്ക് കാതിൽ കൈവെക്കാം. യേശുവിൻ നാമത്തിൽ ഈ വിടുതലുകൾ നടക്കട്ടെ. കർത്താവേ, നീ അങ്ങനെ ചെയ്തതിനായി നന്ദി. ഇൻ ജീസസ് നെയിം, ആമേൻ. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ.